നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥിയേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ കിളിമാനൂർ അടുത്ത് സുഹൃത്തിൻ്റെ പറമ്പിൽ കിണർ വേസ്റ്റ് കുഴിക്ക് എടുത്ത സമയത്ത് എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ടൊരു കിണറിൻ്റെ പണി കിടന്നു വരുന്ന സമയത്ത് ഇന്ന് രാവിലെ ഒരു സാധനം നോക്കാണ്ട് വന്ന സമയത്ത് ഇതിനകത്തൊരു അതിഥി, ഒരു മുട്ടക്കാട്ട മൂർഖൻ അതിഥി കിടക്കുന്നതെന്നാണ് പറഞ്ഞാൽ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തോട് നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അതിഥി ആരാണെന്നൊക്കെ പോകാൻ നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? ഇതെവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തല്ലേ? അടിപൊളി. ഞാൻ വിചാരിച്ചൊരു വലിയ കിണറായിരിക്കും. നോക്കിയത് ഒരു ചെറിയ കിണർ. നോക്കി സംഭവം മൂർഖൻ എന്നാണ് പുള്ളി, പക്ഷെ മൂർഖനല്ല, അണലിയാണ്. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ അണലിയുടെ കടി കൂടുന്നു, മരണം കൂടുന്നു, അപകടങ്ങൾ കൂടുന്നു. ഇത് കണ്ടോ, ഇതിപ്പോൾ പ്രസവിച്ച് ഈ ഒരു 15 ദിവസത്തിനകത്ത് പ്രസവിച്ച് ടയേർഡായ, നല്ല ടയേർഡായ പെണ്ണതിഥി ഇവിടെ ആവണമെന്ന് നിർബന്ധം. കാരണം ഇവിടെ ഇവർ പണി തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ? കുറേ ദിവസമായില്ലേ? എല്ലാ ദിവസവും ആളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, തൊട്ടടുത്ത പറമ്പിലെങ്ങാനും എന്താ പറയുക, പ്രസവിച്ചതിന് ശേഷം ഭക്ഷണം തേടി നല്ല ടയർഡ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസം ഇതിനകത്ത് കിടന്നാൽ മരിച്ചു പോകും. ചെറിയ കിണറ്, ഏണിയൊന്നുമില്ല. ഇനി ഏണിയൊക്കെ വേറെ ദൂരെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും കുരുക്കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കുരുക്കിട്ടെടുക്കാൻ തോന്നുന്നു. എല്ലാം കുരുക്കിൽ കയറണം നിർബന്ധമില്ല. മുറുക്കനൊക്കെ ഇന്നലെ ഒരു അതിഥി ഞാൻ കുരുക്കിട്ട് കണ്ടിട്ടറിനെ കുരുക്കിൽ കയറി പറക്കലൊക്കെ എടുത്ത് ഇന്നലെ നൈറ്റ് രാത്രിയിൽ. പക്ഷേ ഇത് അണലിയാണ്, എത്ര കണ്ടത് ജയിക്കുമെന്ന് അറിയില്ല. നമ്മൾ അതിന് തന്നെ വയ്യ, അത് തന്നെ ഇനി പറയും ഞാൻ എങ്ങനെയെങ്കിലും കയറി വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാനൊരു പാവം കയറി. ചക്കനെ കയറിക്കോ, മാവൻ വിളിക്കാൻ. ചീറ്റുന്നുണ്ട്. ഞാൻ ഇന്ന ആളാണ് എന്നതേ അറിയിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പണിയും കൊണ്ട് വരല്ലേ. ശരിക്കും പതുക്കെ കയറിയിട്ടുണ്ട്. എത്ര ഉണ്ടത് മേലോട്ട് സജ്ജമാകുമെന്നറിയില്ല. പാവം. അപ്പം നമ്മൾ പാവം, അദ്ദേഹത്തിന് തീരെ വയ്യ എന്നുള്ളത് വയ്യയിൽ കാര്യമില്ല. പണ്ട് വയ്യായി ഒരാൾ കടിച്ചിട്ട് ഞാൻ കുറേ ദിവസം പത്തനാപുരത്തിനടുത്തൊരു ഇതുപോലെ കണ്ട, ഇതിൻ്റെ കടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റം വരെ നമുക്ക് കയ്യിലേക്ക് പിടിക്കും. എത്തിയിലേക്ക് നല്ല പിടിയായിരിക്കും. നല്ല പിടിയല്ല, പിടി 1.5 പിടിയായിരിക്കും. അത് മാത്രമല്ല വേറെ കുഴപ്പം കൂടി ഉണ്ട്. എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നല്ല മുറിവുണ്ട്. അപ്പോൾ കടിക്കാനായിട്ടുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇതുണ്ട്, ഇത് നല്ല ചതഞ്ഞിട്ടുണ്ട്, നല്ല മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട കടിയിലാവും ഭയങ്കര ഫാസ്റ്റായിട്ട്. നമ്മളെ കയറിലെടുത്തപ്പോൾ തന്നെ നല്ല ഇപ്പോൾ വയ്യാതിരിക്കുമ്പോൾ നമുക്കൊന്ന് തീരെ വയ്യ. ഇവിടെ കണ്ടോ, ഇതൊരു മുറിവാണ്. പക്ഷേ ഇവിടുത്തെ കൈവയ്ക്കുന്നത് അപകടമാണ്. അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ഏത് ഡയറക്ഷനിലും കടിക്കാനുള്ള കഴിവ്. മാത്രമേ ഇത് മരിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ഇത് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ട ഇടേസെല്ലാം ഗ്ലാൻഡിൻ്റെ അവിടെയൊക്കെ ചുമന്ന് തുടങ്ങി. അവിടെ ക്ഷതത്തിൽ പറ്റിയിട്ട് ആ ഗ്ലാൻഡ് കലങ്ങിപ്പോയെന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അധികം നാൾ ജീവിക്കത്തില്ല. ഇത് കുറച്ച് ദിവസത്തേക്ക് കഴിയുമ്പോൾ അത് താനേ അങ്ങ് മരണപ്പെടും. അപ്പോൾ ഇതിപ്പോൾ അറിയാമല്ലോ, നമുക്ക് പാമ്പുകൾ സാധനം മരണപ്പെട്ട് നമ്മൾ അധികം കാണുന്നത് വണ്ടി കയറിയൊക്കെ മാത്രമേ കാണുന്നത്. മറ്റുള്ളവരൊക്കെ മാളത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്നങ്ങ് ചുരുണ്ടിരുന്നങ്ങ് മരിക്കും. അപ്പോൾ അകത്തേക്ക് ഈച്ച പോകുന്നില്ല, സ്മെല്ലുണ്ടാകുന്നില്ല. അവിടെ ഇരുന്നങ്ങ് എയർ ചെല്ലാത്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് നാറ്റം പുറത്തേക്ക് വരികയില്ല, സ്മെല്ല് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഫീമെയിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 30 കുഞ്ഞുങ്ങളെ, കുറഞ്ഞൊരു 30 കുഞ്ഞുങ്ങളെങ്കിലും
പ്രസവിച്ചാണ്. 30 കുഞ്ഞുങ്ങളും ഇത് ഒരു 10-20 ദിവസത്തിനകത്ത്, ഒരു 20 ദിവസത്തിന് താഴെയാവുള്ളൂ പ്രസവിച്ചത്. അതിൻ്റെ വായിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട് കണ്ടോ, ആ മൂക്കിൽ കൂടി കണ്ടോ, ആ മൂക്കിൽ ഇടേസെല്ലാം മൂക്കിൽ ബ്ലഡ് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു 3-4 ദിവസം മാത്രമേ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഇൻറ്റേർണൽ ഇഞ്ചുറി, അകത്ത് ഇഞ്ചുറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ രക്ഷിക്കാൻ പാടാണ്ട്. മൂക്കിൽ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വീഴ്ചയിലായിരിക്കാം, റോഡിൽ കൂടെ വണ്ടി പോകുന്നത് വണ്ടി തട്ടിയിട്ട് ഇങ്ങനെയൊക്കെ അപകടമാണ്. പക്ഷേ ഇതൊരു നല്ല മുറിവാണ്, പക്ഷേ നല്ലൊരു ക്ഷതമാണ്. പക്ഷേ ഇവിടുന്ന് വീടുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത്രയ്ക്കൊരു പൊട്ടൽ വരാൻ സാധ്യത. കാരണം വലിയ ഹൈറ്റ്, 10-20 അടി ഹൈറ്റിൽ നിന്ന് താപ്പോട്ട് പാമ്പുകൾ താഴേക്ക് വീഴാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് മരണപ്പെടുന്നില്ല. അപ്പോൾ അടുത്ത കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ്. ചക്കരയെ കയറിക്കോ കഴിയാൻ പോലും വയ്യ, അത്രയ്ക്ക് ടയർഡാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥി തേടി സ്റ്റേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും നമ്മൾ രാവിലെ കുഴിയിൽ കിടന്ന ഒരു ചെറിയ വയ്യാത്തൊരണലി അതിഥിയെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കൈമനത്തിനടുത്ത് കരുമ്പം ഇടഗ്രാമത്തിനടുത്ത് ഇവിടെ ഒരു പ്രിയപ്പെട്ട മാമൻ്റെ വീട്ടിൽ രാവിലെ ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു വന്നിട്ട് വേസ്റ്റ് വെള്ളം പോകുന്ന ഹോളിനകത്ത് ഇറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തലയിട്ടിട്ട് മാമ സുഖം തന്നെയും ചോദിക്കുന്നതുണ്ടായിരുന്നു. എന്തായാലും ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, വാടകയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റൂട്ടൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മാമനെ പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് മാമനോട് ചോദിക്കാം, മാമ ആരാണ് അതിഥി? നമസ്കാരം മാമ. സുഖം തന്നെയല്ലോ. ഇതെവിടെയാണ് കണ്ടത്? ഞാൻ ഇവിടെ കണ്ടത്. ഇതിനകത്തോ? ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുണ്ട്, ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ പട്ടിയെ കണ്ട്, പട്ടിയെ കണ്ടാണ് അത് കുറച്ചുകൊണ്ടാണ് എന്റെ ഭാര്യ കണ്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ പത്തി എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അകത്താക്കിയപ്പം അത് ഇവിടെ ഇങ്ങനെ വന്ന് എഴഞ്ഞ് വന്നാണ് ഇതിനകത്ത്. ഓക്കെ. അപ്പം നമ്മളെന്തായാലും നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 100 പ്രാവശ്യം അല്ല ഞാൻ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്. 1200 എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന നമ്മൾ ഒരു 500 പ്രാവശ്യമെങ്കിലും പറയുന്നത് നിങ്ങൾ ഈ കുളിമുറിയിലെ വേസ്റ്റ് വെള്ളം പോകുന്നത് സീൽ ചെയ്യണം, നെറ്റ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം തന്നെ, അകത്തോട്ടും പോകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അകത്ത് ചിലപ്പോൾ പഴയ വീടൊക്കെ ആണെങ്കിൽ അകത്ത് ചിലപ്പോൾ എലിയൊക്കെ പൊട്ടിച്ചാൽ ചിലപ്പോൾ അത് സേഫ് ആയിരിക്കത്തില്ല. പ്ലാസ്റ്റിക് ഫൈബർ പഴയതായിരിക്കും, അപ്പോൾ തള്ളുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഹോളുണ്ട്. അപ്പോൾ അവർ കുറച്ച് അവിടെ നോക്കി, അതിൽ ഇറങ്ങിപ്പോകാൻ നോക്കി നിൽക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ അങ്ങാറ്റത്തിറങ്ങും, അല്ലെങ്കിൽ ഇവിടെ തല കാണിക്കും. എന്തായാലും നമുക്ക് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചു വെക്കും. മാമോട് ഞാൻ വെള്ളം എടുത്തിട്ടാം. മാമ അവിടെ നോക്കിയോ, വരണമെങ്കിൽ തലയെ പിടിച്ചോളണേ. അവിടെ നോക്കിക്കോളേ, നിങ്ങൾ അവിടെ തലയിടണമെങ്കിൽ പറയണം. മാമ ആ ഫോള് നോക്കിക്കോളണം, അതിലും ഇത് കണക്ഷനാണ് കേട്ടോ. അതും ഇതും വെള്ളം വരുന്നുണ്ടോ? അതും ഒറ്റ കണക്ഷനാണോ? വേണ്ട, ഒറ്റ കണക്ഷൻ കേട്ടോ. ഇതിൽ തന്നെ കയറി അല്ലേ? അല്ല, അതിൽ കയറില്ല, ഇതിൽ തന്നെ വരും. അവിടെ നോക്കിക്കോളെ, നല്ല ശക്തിയായിട്ട് വെള്ളം വരണം നോക്കിക്കോളെ. വരുന്നുണ്ടല്ലേ? നോക്കിക്കോളാം, തലയിൽ തന്നെ നോക്കിക്കോളാം കേട്ടോ. രണ്ടാമത് അടിച്ചാൽ വന്നല്ലോ അല്ലേ? ഇനി ഇതിലിറങ്ങി പോയാ ആ വെള്ളം വന്നില്ല അല്ലേ? നമ്മൾ നോക്കിയിട്ട് വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം. നിൽക്കട്ടെ, ഞാൻ ഇപ്പുറത്തും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ചോട്ടെ. ഇതെല്ലാം ഒറ്റ കണക്ഷൻ. അത് നല്ല പ്രഷറിൽ വരെയല്ലേ? ഇതിനകത്ത് വരാത്തത് നമ്മൾ ഇവിടെ അടച്ചിട്ട് നമുക്ക് വെള്ളം നിറച്ച് നോക്കാം. നമ്മൾ സാധാരണ ഹോളിലൊക്കെ വെള്ളം നിറയ്ക്കണമെങ്കിൽ ഈ ഹോളൊന്ന് അടച്ചിട്ട് വെള്ളം നിറയ്ക്കാം. അപ്പോൾ അവിടെ ഏതെങ്കിലും ഫില്ലാവും. അപ്പോൾ നമുക്ക് അധികം നിറങ്ങി വരണമെങ്കിലേ ഉള്ളൂ, ഇത് പോയിട്ടില്ലെങ്കിൽ. ആ തോർത്തായാലും വെള്ളം മറ്റേ ബക്കറ്റിൽ വെള്ളം പിടിച്ചോളാൻ പറഞ്ഞു.
അവിടെ പോവില്ല. വേറെ പൈപ്പ് ഉണ്ടാമാ? അപ്പോൾ ഇതിൽ ഞാൻ കണ്ടില്ല, ഇവിടെ നിൽക്കുന്നവരാരും ഇതിനകത്ത് തലയിട്ടിട്ടായിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് പോകാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ അടച്ചത് നന്നായി. അപ്പോൾ അതൊക്കെ മാമ കാലി എടുത്തിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഞാൻ വരാം, മാമ അവിടെ പിടിച്ചാൽ മതി കേട്ടാ. അവിടെ പിടിച്ചു വെച്ചാൽ ഞാൻ വന്നെടുക്കാം. ഇത് വേറെ കണക്ഷനാണ് അല്ലല്ലോ, നിറയുന്നില്ലല്ലോ. ഇവിടെ വന്നിട്ട് തലയിട്ട് എങ്ങനെ എത്തി വയ്ക്കുമ്പോൾ അത് അകത്തോട്ട് അങ്ങ് പോയി. നോക്കാം ഞാൻ പതുക്കാം, ഒരു രക്ഷയില്ല. ലേശം കൂടെ വെച്ച് വിടണം അവിടെ. ലോഡായോ? ലോഡല്ലേ രക്ഷയുള്ളൂ. ഇത് നിറയട്ടെ, ഇത് നിറഞ്ഞിട്ട് നമുക്ക് അതും നിറയണം. ഇവിടെ നോക്കിക്കോളണം കേട്ടോ. അവിടെ ഇട്ടെന്ന് പറഞ്ഞ് ഇനി വന്നുകൂടാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കോളണം കേട്ടോ. വന്നാ അവിടെ വന്നാ നോക്കിയാ വെള്ളം ശരിയാ. ഒരു വലിയ വരാം കേട്ടോ. പാവപ്പെട്ട മാമനെ കൊണ്ട് എടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത്. എന്തായാലും നമ്മൾ ഇനി വെള്ളം വേണ്ട, അവിടെ വെള്ളം വേണ്ട, നോക്കേണ്ട ചേട്ടാ. പക്ഷെ അവന് ഒരു കുഴപ്പമുണ്ട്, ഇതിപ്പം ഇതിന് മേളിൽ കയറി പൊക്കളയുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളായല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേറൊരു പണി കിട്ടും. എന്താണെന്നറിയാം, ഈ മേളിലോട്ട് കറങ്ങിയപ്പോൾ ഒരു കുളിമുറി, പിന്നെ കുളിമുറി ഒന്നാമത് വാടക വീടാണ്. അതിൻ്റെ ക്ലോസറ്റ് എല്ലാം കൂടെ നമ്മൾ മറ്റേ ഇതെല്ലാം കൂടെ വെട്ടി പൊളിക്കേണ്ടി വരും. ഇവിടെ ആയിരിക്കും സാധ്യത കൂടുതൽ. ഇവിടെയാണ് സാധ്യത കൂടുതൽ. അവിടെ ഉണ്ടല്ലേ, പക്ഷെ ഇങ്ങനെ വരാൻ സാധ്യത കുറവാണ്. നമുക്ക് 2 പ്രാവശ്യം ഇവിടെ തലയിട്ടു. പക്ഷേ അത് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് ഒന്ന് പുള്ളി വാടകയ്ക്ക് മതി ഇവിടെ. അപ്പോൾ നമുക്കിത് അവരുടെ ഓണറാണ്. ഇതൊന്ന് വെട്ടി പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അറിയാമല്ലോ, വലിയ നഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക മാത്രമേ ഇതിൻ്റെ ശാസ്ത്രീയ പരിഹാരമുള്ളൂ. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം തലയിട്ടപ്പോഴത്തേക്ക് ഒരാൾ ആദ്യം കണ്ട് തമിഴ് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് തമിഴ് അറിയില്ല. അങ്ങനെ പുള്ളി ഓടിയപ്പോൾ തമിഴ് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ എന്താ നോക്കി അണ്ണേ എപ്പോഴും ഇരിക്കും ചോദിച്ചിട്ട് ഉള്ളിലേക്ക് പോയി. എന്ത് ചെയ്യാനാ, വെയിറ്റ് ചെയ്യാം. വെള്ളം കുറയുന്നത് എന്തെന്നറിയാം, ചെവറിനകത്തോട്ട് വെള്ളം പോകുന്നു. അപ്പോൾ അവിടുന്ന് പാറക്കെട്ടിലേക്ക് വെള്ളം പോകുന്നു. ഒഴിച്ചോളാം, അങ്ങനെ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കണം. കുറേ ഒഴിച്ചാൽ എല്ലാവരും ഏതാ വെളിയിലോട്ട് വരണുണ്ട്. അദ്ദേഹം പത്തിയൊക്കെ വെള്ളത്തിൽ അവിടെ നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ വെള്ളം ഒഴിച്ചോ. ഇവിടെ നിൽക്കുന്നവരനങ്ങല്ലേ, ഈ സൈഡിൽ നിൽക്കുന്നവരനങ്ങല്ലേ. വട്ട് അത് തന്നെ കയറി വട്ട്. വെള്ളം കയറട്ടെ. അങ്ങനെ തന്നെ കയറി വാ ചെക്കരെ, കയറി വാ. ഈ പൈപ്പിനകത്ത് കറങ്ങിയുള്ള കുഴപ്പമില്ല. നമ്മൾ ആളനക്കം കിട്ടുന്നവരുടെ അകത്ത് വരും, തലയിടും, വീണ്ടും അകത്തേക്കും, തലയുടെ അകത്തിട്ടും നല്ല പ്രഷർ ഒഴിച്ചു കൊടുക്കണം. പൊക്കി ഒഴിച്ചുവിട്. അതന്നെ അതാ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ആൾ നിൽക്കുന്നുണ്ടായിരിക്കും. പൊക്കി ഒഴിച്ചു. അത്ര വലുതൊന്നുമല്ല. 2 വയസ്സ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ അതുകൊണ്ട് വെള്ളം ശ്വാസം എടുത്ത് നിന്നിട്ട് വെള്ളം കണ്ടു. തല വെള്ളത്തിൻ്റെ അടി ഇരിക്കണം. എന്നിട്ട് അവന് 2 പ്രാവശ്യം തലയിട്ട് ശ്വാസം എടുത്ത ഏകദേശം 10-15 മിനിറ്റോളം അങ്ങനെ ഇരിക്കാൻ പറ്റും. ചെറുതായിട്ട് തല ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ നമ്മളെന്തായാലും ചെറിയൊരു പണിയോട് ചെയ്ത് നോക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇത് വാച്ചിൻ്റെ ഇങ്ങോട്ട് ഹോൾ എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇതാണ് ഈ ഹോളാണ് കേട്ടോ, ഇങ്ങോട്ടല്ല. ഈ മാൻ ഹോളുണ്ട് ഇവിടെ. നമ്മളിവിടെ അങ്ങോട്ട് ഓസ് കയറ്റാൻ നോക്കണം. പക്ഷേ അത് അവിടെ തന്നെ തല അങ്ങനെ പൊക്കി വെച്ച് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഓസ് അങ്ങോട്ട് പോകുന്നില്ല. ഇത് വേറെ മാൻ ഹോളിനകത്ത് ഇറക്കിയിട്ടുണ്ടോ, ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനകത്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് സംശയമുള്ളത്. ഇല്ല, പോവില്ല, ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും തല അകത്തോട്ടിരിക്കണം. എന്തായാലും പണി. ഇവിടെ നിന്ന് വെള്ളം പിടിക്കണമോ?
അവിടെ ഉള്ള വെച്ചാൽ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ വെച്ചേക്കണം. ഇപ്പം അവിടെ നോക്കിക്കോളേ, അവിടെയും വരാം വേണമെങ്കിൽ. അത് ഞാൻ ഇവിടെ ഒഴിച്ചോണ്ടാ. ഇവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അങ്ങ് വെച്ചിരുന്നേ, വെള്ളം പിടിക്കണമെന്നില്ല. ഇതിൽ വരുന്നു കേട്ടോ. വന്നു നോക്കി ഇല്ല, ഇനി ചാടിപ്പോരും കേട്ടോ. അനക്കല്ലേ, പറ്റ് ചേട്ടാ വെള്ളം കേട്ടോ. അപ്പം നമ്മൾ ആ പൈപ്പ് അത് അടച്ചില്ലെങ്കിൽ ഇപ്പം അതിനകത്ത് എറിപ്പേനെ. തല ഇട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങോട്ട് കയറിപ്പോണമെന്നൊന്നും പിടിയില്ല. എവിടെ കയറുന്നുണ്ട്, ഒരല്പം പൊങ്ങി മേപ്പോട്ട് വന്നു. പക്ഷെ നമ്മളത് അടച്ചിക്കണോണ്ട് അതിനകത്ത് കയറാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ അങ്ങനല്ലേ, ബാ മക്കളെ, ബാ മാമൻ്റെ അടുത്തിട്ട് ബാ. ഇപ്പുറം വന്നു അങ്ങനല്ലേ. മാമ അനങ്ങല്ലേ, പറയില്ല, മാറിപ്പോ. ആള് വരല്ലേ, പറഞ്ഞ ആൾ മറിക്കോ, ഇങ്ങോട്ട് വരല്ലേ. മാമ അങ്ങ് പോട്ടല്ലേ. അടിപൊളി. എന്നാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. കാരണം നമുക്ക് അദ്ദേഹത്തെ കിട്ടി. ഒരു ബോട്ടിൽ കയറുമ്പോൾ ഇതെന്തായാലും 1 വയസ്സ് കഴിഞ്ഞ 1 വയസ്സ് പ്രായം വരുന്ന കഴിഞ്ഞ വർഷം മുട്ടയിട്ട് പെരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അതിൽ ഭക്ഷണം തേടി വന്നതാവാം. നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ കേരളത്തിൽ പാമ്പിനെ പിടിക്കാൻ ഞാൻ തുടങ്ങിയ ഇടയ്ക്ക് ഈ മോഹങ്ങളൊക്കെ എനിക്ക് 10-25 വർഷം പഴക്കമുള്ള മോഹങ്ങളാണ് ഇവിടെ നിൽക്കുന്ന താടിച്ചേട്ടനൊക്കെ. അപ്പോൾ ഒരുപാട് അതികളെ ചേട്ടാകുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ അവർ വെട്ടാനും കളയ്ക്കാനും പാറ പൊളിക്കാനും ഒക്കെ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ. പല സ്ഥലത്തും അത് ഉണ്ടാവാറില്ല, പക്ഷേ ഇവരൊക്കെ നമ്മളോടൊപ്പം നല്ല അവസാനം വരെ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ കുഞ്ഞനദി 2 വയസ്സില്ല, 1 വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞു മുറുകൻ പെണ്ണതിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കരുമത്തെ വിശേഷം കഴിഞ്ഞു. പക്ഷേ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര, സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര, കുഴിയിലകപ്പെട്ട നല്ല പ്രായശം 10 വയസ്സോളം പ്രായം വരുന്ന പ്രസവിച്ച പെൺ അണലി അതിഥിയെ പിടികൂടിയതും നമ്മുടെ ഈ വേസ്റ്റ് വെള്ളത്തിനകത്ത് ഇറങ്ങിയ കുഞ്ഞു മുറുകൻ അതിഥി 2 അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 നേരത്തെ പിടിച്ച അണലി അതിഥി, ഈ മുറുക്കൻ ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.